ഒരു മറുപടി ഉണ്ടെന്ന് അറിയാം. ദീപ്തി, കോൺഗ്രസിനെ അതിരൂക്ഷമായാണ് കടന്നാക്രമിക്കുന്നത്. നമുക്കറിയാം, ഈ മുസ്ലിം പ്രീണനവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി യോഗങ്ങളിൽ സംസാരിക്കുന്നു മോദി. ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിലും ഇക്കാര്യം ആവർത്തിക്കുന്നു. ഇത് ഏത് തരത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ നയം മോദി മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ജനങ്ങൾ അംഗീകരിച്ചതൊക്കെ നമുക്കറിയാം. ഇത്തവണയും കോൺഗ്രസ് ഒരു സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് അത് പഠിക്കാൻ വേണ്ടി മാത്രം കമ്മീഷനെ വെക്കുന്നു. അത് മറ്റൊരു നറേറ്റീവ് രാജ്യം സൃഷ്ടിക്കുന്നു. മറ്റ് സമുദായങ്ങളിലൊന്നും അത്തരം ആളുകളില്ല എന്ന് വരുത്തീർക്കാൻ ശ്രമിക്കുന്നു. അത് എന്താണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നത് മോദി തുടർച്ചയായി ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്, ഈ വിഷയത്തെ നേരിടുന്നത്? ശ്രീ ദീപ്തി മേരി വർഗീസ് സർ, തിരിച്ചു വരാം സർ. അതെ, കഴിഞ്ഞ രണ്ട് വട്ടം തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു, അല്ലെങ്കിൽ BJP അധികാരത്തിൽ വരുന്നു. അന്ന് ഏത് തരത്തിലാണോ തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത് അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ BJP നേരിടുന്നത്. കാരണം ഇപ്രാവശ്യം BJPയുടെ തുടക്കം മുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ തെരഞ്ഞെടുപ്പുകളിൽ നടത്തിയ പ്രസംഗങ്ങളെല്ലാം അനാലിസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അവരെ ഒരു ഭയം ബാധിച്ചിരിക്കുന്നു. വല്ലാത്ത ആശങ്കയിലാണ് BJP ഇന്ന് രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ നെറേറ്റീവ്സ് ഒന്നുമല്ല പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ എത്രയോ പ്രസംഗങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ കുറെ BJP നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരിപ്പോ തുടക്കത്തിൽ പറഞ്ഞ പോലെ അയോധ്യ ക്ഷേത്രമോ അത്തരത്തിലുള്ള കാര്യങ്ങൾ, പശുവോ അതൊന്നുമല്ല ഇപ്പൊ പറയുന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് BJP വന്നിരിക്കുന്നു. അപ്പോ എല്ലാം പറയുന്നു. തുടക്കത്തിൽ എന്താണ് പറയുന്നത്? ഇപ്പൊ ഒരു 2 തെരഞ്ഞെടുപ്പ് മുമ്പ് BJP പറഞ്ഞിരിക്കുന്നത് നേഷൻ ഫസ്റ്റ് എന്നുള്ളതാണ്, രാജ്യമാണ് പ്രധാനം എന്നുള്ളതാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് മോദിയാണ് പ്രധാനം എന്നുള്ളതാണ്. രാജ്യത്തെ പറ്റിയൊന്നുമല്ല ഇപ്പൊ പറയുന്നത്. പിന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. അപ്പോ ഒരു സെൽഫ് സെന്റേർഡ് ആയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യമാണ് BJPയെ സംബന്ധിച്ചുള്ളത്. അതിൽ തന്നെ BJPയുടെ അജണ്ട എന്താണ് എന്നുള്ളത് പറയുന്നതിനേക്കാൾ അധികം കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ 5 സാമ്പത്തിക ശക്തികളിൽ ഒന്നാക്കി മാറ്റുമെന്ന് BJP തുടക്കത്തിൽ പറഞ്ഞെങ്കിൽ ഇപ്പോൾ അവസാനം വരെ അത് പറയാൻ തയ്യാറാകുന്നില്ല. അതിന്റെ കാരണം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഏറ്റവും അധികം ഊന്നിപ്പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരന്റെ പ്രശ്നമാണ്, കർഷകന്റെ പ്രശ്നമാണ്, തൊഴിലാളിയുടെ പ്രശ്നമാണ്, യുവജനങ്ങളുടെ പ്രശ്നമാണ്, സ്ത്രീകളുടെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, തുടക്കത്തിൽ BJP പറഞ്ഞല്ലോ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറഞ്ഞു, ഇപ്പൊ പറയുന്നില്ലല്ലോ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവരെ പ്രഖ്യാപിക്കുന്ന സമയത്ത് പറയുന്നില്ല. ഇപ്പൊ നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗത്തിലും പറയുന്നില്ല. തൃശ്ശൂർ വന്നു അതിശക്തമായി സ്ത്രീ ശാക്തീകരണം, നാരീശക്തി എന്നൊക്കെ പറഞ്ഞതാ. ഇപ്പൊ അതൊന്നും പറയുന്നില്ല. ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പോ തികഞ്ഞ വർഗീയത, തീർത്തും വർഗീയത മാത്രമാണ്. ഇപ്പൊ രാജസ്ഥാനിലെ പ്രസംഗമായാലും കർണാടകയിൽ നടത്തിയ പ്രസംഗമായാലും വർഗീയതയിലേക്ക് കൊണ്ടുവരുന്നു. രാഹുൽ ഗാന്ധിയുടെ നിയോജക മണ്ഡലമായ വയനാട്, അവിടെ കൊടി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ കഴിഞ്ഞ തവണയും ഇവര് വളരെ മോശമായ രീതിയിൽ പച്ച നുണ പറഞ്ഞ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചരണം നടത്തിയത് BJP ആണ്. ഞാൻ ചോദിച്ചോട്ടെ, ലീഗിന്റെ കൊടി കാണുമ്പോ അത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന പച്ച നുണ, പച്ച വർഗീയതയും പച്ച ദേശസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് പച്ച കള്ളത്തരം പറയുകയും ചെയ്ത് പ്രചരണം നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. പ്രചരണത്തിൽ കോൺഗ്രസിന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ കൊടി ഉയർത്താൻ പോലും പറ്റിയില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായി അവതരിപ്പിക്കപ്പെട്ടതാണ്. പിന്നീട് ദീപ്തി, കോൺഗ്രസ് പോലും അക്കാര്യത്തിൽ വീണു പോകുന്ന സാഹചര്യം ഉണ്ടായി. നമ്മുടെ ചർച്ച അതല്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞാണ്. അല്ല, അത് വരട്ടെ. അല്ല, ഇത് ഞാൻ പറയട്ടെ, നമ്മളൊരു തെരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത്. പച്ചക്കള്ളം പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞത്. മറ്റൊന്നും ഈ രാജ്യത്ത് പറയാനില്ല. എന്തുകൊണ്ടാണ് അവർ ഈ രാജ്യത്തെ തൊഴിലില്ലാത്തവരെ കുറിച്ച് അഡ്രസ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരെ കുറിച്ച് പറയാത്തത്? എന്തുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകളെ കുറിച്ച് പറയാത്തത്? ഈ രാജ്യത്ത് വിലക്കയറ്റമില്ലേ? സാധാരണക്കാരൻ, ഞാൻ ചോദിക്കുന്ന വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് BJP വീമ്പിളക്കുമ്പോഴും ഇവിടെ സാധാരണക്കാരന്റെ അടുപ്പിൽ തീയെരിയുന്നുണ്ടോ, കഞ്ഞി വെക്കാൻ വകയുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് രാജ്യം പോയിരിക്കുന്നു.
ഇവിടെ പറയുന്ന പോലെ ഇപ്പൊ പറയുന്ന പോലെ സംവരണം എന്ന പ്രശ്നം അതൊന്നുമല്ല ഇന്ന് രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യേണ്ടത്. രാജ്യത്ത് ഇന്ന് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, വിലക്കയറ്റം, ഇത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ചർച്ച അത്തരത്തിൽ പോയതുകൊണ്ടും കോൺഗ്രസിന്റെ പ്രകടന പത്രിക ജനങ്ങളുടെ വിഷയത്തിന് കൂടുതൽ ഊന്നൽ നൽകിയതുകൊണ്ടും നരേന്ദ്രമോദിക്ക് അതിനെ അഡ്രസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സത്യത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അജണ്ടയിലേക്ക് പ്രധാനമന്ത്രി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ, ഉത്തരം മുട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പച്ചവർഗീയത പറയുകയാണ്. ഇവിടെ മുസ്ലിം ഇപ്പോ ഞാന് ബിജെപിയുടെ പ്രതിനിധി പറയുന്ന പൂർണ്ണമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിങ്ങളെ കുറിച്ച് വലിയ സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. അങ്ങനാണെങ്കിൽ ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് സംഭവിച്ചത് എന്തൊക്കെയാണ്? ഇപ്പോഴും മട്ടൺ തിന്നുന്നതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി മട്ടൺ തിന്നുന്നു, രാഹുൽ ഗാന്ധി മീൻ കഴിക്കുന്നു. ഇതൊക്കെയാണ് രാജ്യത്ത് ചർച്ച ചെയ്യണമെന്ന് BJP ആഗ്രഹിക്കുന്നത്. ഇവിടെ എത്രയോ പേര്, നമ്മൾ അതൊന്നും ഇപ്പം ഈ തെരഞ്ഞെടുപ്പിലൊന്നും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടില്ല. എത്രയോ ആളുകളെ ആൾക്കൂട്ട കൊലപാതകം ചെയ്തത് എന്തിന്റെ പേരിലാണ്? ജാതിയുടെ പേരിൽ ഇപ്പോഴും നടക്കുകയല്ലേ? ഇപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കെതിരെ എത്ര വലിയ അതിക്രമങ്ങളാണ് പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. പള്ളികൾ ആക്രമിക്കുന്നു, ദേവാലയങ്ങളിൽ ആരാധന നടത്താൻ സമ്മതിക്കുന്നില്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ ആക്രമിക്കുന്നു. മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒരു നിയമം കൊണ്ടുവരാൻ BJP തയ്യാറാകുന്നു. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ OBC എന്ന് പറയുന്നതിന്റെ അകത്ത് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്. അതിന്റെ അകത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ടവരുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ജാതി സെൻസസ് നടത്താൻ ഈ ഗവൺമെന്റ് തയ്യാറാകാത്തത്? എന്താണ് അതിനെക്കുറിച്ച് പറയാത്തത്? അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ കോൺഗ്രസ്, രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് ഏതോ ഒരു മതത്തിനൊപ്പമായിരുന്നു നിന്നിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഔറംഗസീബിന്റെയും കഴിഞ്ഞ അക്ബറിന്റെയും അശോകന്റെയും ഒക്കെ കഥ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിക്കേണ്ട വാചകങ്ങളാണോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണോ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്നത്? ഈ രാജ്യത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ് നമ്മളൊക്കെ. ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ പ്രസംഗിച്ചിരുന്നത്, നരസിംഹറാവു പ്രസംഗിച്ചിരുന്നത്, ലാൽ ബഹദൂർ ശാസ്ത്രി പ്രസംഗിച്ചിരുന്നത്, ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതുപോലെ പച്ച വർഗീയത പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഏതെങ്കിലും പ്രധാനമന്ത്രിമാർ രാജ്യത്തിന്റെ സന്ദീപ് അതിന് മറുപടി വേണം. ഒപ്പം ഈ ഒരു പ്രധാനമന്ത്രിയെ ഇപ്പോൾ ഒരാൾ കൂടുതൽ ഊന്നൽ നൽകേണ്ട